അവരുടെ പെർഫോമൻസ് നല്ല 3-4 കഥാപാത്രങ്ങളേ ഉള്ളൂ. നല്ലപോലെ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? സസ്പെൻസ് ത്രില്ലറാണ്. ത്രില്ലർ സിനിമയാണ്. ത്രില്ലർ എങ്ങനെയുണ്ട് സിനിമ? നല്ല പടം. എങ്ങനെയുണ്ട് സിനിമ? സിനിമ എങ്ങനെയുണ്ട്? ഒരു ഫ്രഞ്ച് സ്പാനിഷ് സൈക്കോ ടൈപ്പ് ത്രില്ലറാണ്. ക്യാരക്ടർ കുറവാണ്, പക്ഷേ തിയേറ്റർ വാച്ചുകൾ തന്നെയാണ്. സൈക്കോ റിലേറ്റഡ് ഫിലിം ആയതുകൊണ്ട് തന്നെ രാജ് ഷെട്ടി നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപർണ വാലവർ നല്ല ചെയ്തിട്ടുണ്ട്. കൊള്ളാം. സിനിമ എന്ന് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടായില്ല, പക്ഷേ ഇത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടമാണ്. എല്ലാവരും നന്നായിട്ട്. ഒരു പട്ടിയുണ്ട്, ആ പട്ടി പോലും വളരെ ഭംഗിയായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. നല്ലൊരു പടം. തിയേറ്ററിൽ വന്ന് കണ്ട പടമാണ്. എങ്ങനെയുണ്ട് ഫിലിം? നല്ല പടം. വഴി നല്ല പടം. നിങ്ങൾ എല്ലാവരും കാണും. നന്നായിട്ടുണ്ട്. നല്ല സിനിമ എല്ലാവരും കാണും. നല്ല പടം നിങ്ങൾ കാണും. സസ്പെൻസ് കളയണ്ട. എല്ലാവരുടെയും അടിപൊളിയാണ്. നല്ല സിനിമ. നല്ല പടം. സസ്പെൻസ് പടമാണ്. കണ്ട് എൻജോയ് ചെയ്യാം. ഗുഡ് മൂവി. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? ഇഷ്ടപ്പെട്ടോ? അപർണ പൊളിച്ചു. അടിപൊളിയുണ്ട്. ഡിഫറെന്റ് അപ്രോച്ചാണ് ഇവിടെ പുതുമയുള്ള. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി. അടിപൊളിയായിട്ട് സൂപ്പർ. മലയാളത്തിൽ ഇങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ ആദ്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ അപർണ ബാലമുരളി വളരെ അവരുടെ കരിയറിലെ ഒരു ബിഗ് ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സൂപ്പറായിട്ടുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി സാറായതുകൊണ്ട് ആ വില്ലൻ റോളും ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു. അത് കാരണം പടം രണ്ടുപേരുടെയും ഒരു സ്പെഷ്യൽ സാധനമാണ്, കാണേണ്ട ഒരു സാധനം. ക്ലാസിക് പടമുണ്ട്. അപർണ പുള്ളിയും രാജ്ബീഷും പൊളിച്ചിട്ടുണ്ട്. അടിപൊളി പടം. നല്ല സിനിമയാണ്. കുറെ നാളുകൾ സ്ത്രീപക്ഷ സിനിമ രംഗത്ത് സൈക്കോളജി സർവൈവൽ ത്രില്ലറാണ്. സൂപ്പർ സിനിമയാണ്. ഞാനൊരു വലിയ ചിത്രത്തിൻ്റെ നല്ലൊരു ഭാഗത്തിൻ്റെ ചെറിയൊരു ഭാഗം കൂടിയാണ്. സൂപ്പർ. എല്ലാവരും കാണണം. നമുക്ക് ഭയങ്കര ഇങ്ങനെ കണ്ടു ആകാംക്ഷയോട് കണ്ടിരുന്ന അവസാനം മനസ്സിലൊരു ശരിക്കും ഒരു സങ്കടം വന്നൊരു ഭയങ്കര ഒരു ഫീലിങ്ങിലൂടെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഭയങ്കര എല്ലാവരും കാണണം. നല്ലൊരു പുതിയ എന്താ പറയുക, ഭയപ്പെട്ട തിരിച്ചറിയിപ്പാണ്. സന്തോഷം അല്ലാതെ സങ്കടമായിട്ട് അവസാനിക്കുന്ന രീതിയാണ്. മുഖമായ എക്സ്പീരിയൻസ് ഉണ്ട് അവസാനം. നല്ല പടം. സൈക്കോ ത്രില്ലർ. എല്ലാവരും കൂടിയ അമ്മയെ നേരത്തെ സംസാരിച്ചപ്പോൾ ചെറിയ ഒരൊറ്റ വാക്കി പറഞ്ഞ ആക്ഷൻ റിവെഞ്ച് ത്രില്ലിംഗ് പടം. നല്ല ഒരു ചിത്രമാണ്. നമുക്ക് കാണുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രമാണ്. അതിൽ രാജ്ബി ഷെട്ടി പിന്നെ അപർണ ബാലമുരളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ കഥാപാത്രം നന്നായിട്ട് മലയാളത്തിലോട്ട് തിരിച്ചു വരുന്നത് വളരെ. ഈ ഡയറക്ടർ എന്തായാലും അദ്ദേഹത്തിൻ്റെ റൈറ്ററും ഡയറക്ടർ അദ്ദേഹം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കാര്യം സൂപ്പർ. ഒരു സൈഡിൽ മാത്രമേ സൂപ്പറായിരുന്നു. നല്ല പടം.
ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ഇന്റർവ്യൂ കഴിഞ്ഞ അടിപൊളിയാണ്, പടം സൂപ്പർ. ചേട്ടാ പടം എങ്ങനെയുണ്ട്? നല്ല പടം സൂപ്പർ പടം. ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം, വാച്ചോൾ മൂവിയാണ്. കണ്ടിരിക്കേണ്ട പടം. ചേട്ടാ പടം എങ്ങനെയുണ്ട്? എല്ലാവരും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ? സിമി പടം എങ്ങനെയുണ്ട്? സിമി കടത്തിവിടാ ചേട്ടാ പടം എങ്ങനെയുണ്ട്? നല്ല പടം. ചേട്ടാ പടം എങ്ങനെയുണ്ട്? അടിപൊളി. ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ട്? എടാ നീ ഇങ്ങനെ കേട്ടോ, നീ സൈഡാക്കി നോക്കി, എന്റെ മുമ്പിൽ കേട്ടില്ലേ? ചേട്ടാ പടം ചേട്ടാ എങ്ങനെ പ്രഷർ ആയിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? എന്താ പറയുന്നു, എങ്ങനെയുണ്ടായിരുന്നു സാർ പ്രേക്ഷകരെ കണ്ടപ്പോ? പ്രേക്ഷകരെ കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നോർമലി കാമാണ്, ഇപ്പോഴും കാം. എനിക്കറിയില്ല, എന്റെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ അവരുടെ വർക്ക്, ടീം അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാണാം ഓഡിയൻസ് റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവും. എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ. സോ വാട്ട് എവർ റെസ്പോൺസ് വി ഗെറ്റ് നൗ വി വോണ്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. സോ കാണാം, നമുക്ക് ആക്ച്വലി ഈവനിങ് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് റെസ്പോൺസ്. എങ്ങനെയുണ്ടായിരുന്നു അപർണ? ഓ ഷീസ് എ ബ്യൂട്ടിഫുൾ ആക്ട്രസ്, നല്ല പെർഫോമറാണ്. കണ്ടിട്ടില്ലേ? ഇല്ല, അവര് എത്തുന്നേ ഉള്ളൂ. തൃശ്ശൂരുണ്ടോ? ഓക്കെ. നിങ്ങളെല്ലാവരും കണ്ടോ? ആരുടെ? ഇല്ല എന്റെ പെർഫോമൻസ് കാണുമ്പോൾ എന്റെ അതൊക്കെ ഇല്ല, അങ്ങനൊന്നും ഇല്ല. സോ ബട്ട് ഐ എം ഹാപ്പി വിത്ത് വാട്ടെവർ ഐ ഹാവ് ഡൺ. സാർ എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്ത്? കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫസ്റ്റ് ഒരു സൈക്കോ പോലെയാണെങ്കിൽ അവസാന നിമിഷം പ്രേക്ഷകനുള്ളിലും ഒരു ഇമോഷണൽ ഉണ്ടാക്കിയിട്ടാണ് കഥാപാത്രം. ഞാൻ അവനെ ജസ്റ്റിഫൈ ചെയ്യില്ല, പക്ഷേ ഐ ഡോണ്ട് റിലേറ്റ് വിത്ത് ഇറ്റ്. ഞാൻ അത്ര വെഞ്ചൻസ് ഉള്ള ആൾക്കാർ ആളൊന്നും അല്ല. I always like എന്റെ ഹീറോ മാത്യു ആണ്. എന്റെ ഹീറോ മാത്യു ഒന്നും അല്ല. But it's good. It's good to play something which is actually എപ്പോഴും നമുക്ക് ഒരു നെഗറ്റീവ് പറഞ്ഞാൽ he's always bad towards everything in the world. But അങ്ങനെ ഒന്നും ഇല്ല. ആക്ച്വലി എല്ലാവരും വില്ലൻ തന്നെ, എല്ലാവരും ഹീറോ. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആരെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ നോക്കുന്നില്ല. രണ്ടുപേരുടെ പെർസ്പെക്റ്റീവ് വളരെ ജെന്യുവനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഓഡിയൻസ് തീരുമാനിക്കും. പിന്നെ ട്രീറ്റ്മെന്റ് വളരെ ഡിഫറെന്റ് ആയതല്ലോ. സർവൈവൽ ഓരോ നിമിഷവും എന്താ പറയാ, കുറച്ച് ഇത് തോന്നുന്നെങ്കിൽ അടുത്ത എന്താ ഉണ്ടാവുന്ന ഒരു ശ്വാസം മുട്ടൽ നമുക്ക് പ്രേക്ഷകന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ജെന്യുവനായിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. ആ ജെന്യുവിനിറ്റി നമ്മൾ ആ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകൻ കണ്ടിട്ട് തീരുമാനിക്കുന്നത്. Thank you so much. Thank you.